നീ ഇതെവിടെ പോന്നു? എന്നോടൊന്നും പറയാതെ ബാഗുമായിട്ട് എവിടെ പോകുന്നാ ചോദിച്ചത്? ചോദിച്ചാൽ സാർ സമ്മതിക്കില്ല, അതുകൊണ്ടാ പറയാതെ പോവാന്ന് കരുതിയത്. അതെന്താ? നിനക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കുവോ? പറയേ, നീ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാ? തീർത്തും അനാഥരായി പോയി ഞങ്ങൾക്ക് സാറൊരു ജീവിതം തന്നു, ഞങ്ങളെ പഠിപ്പിച്ചു. ശേഖരനെ ഇപ്പോഴും പഠിപ്പിക്കുന്നു. ഞാൻ ഇനിയും സാറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. ഞാൻ നിങ്ങളെ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാതെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതവിടെ നിൽക്കട്ടെ, നീ ഇപ്പൊ എവിടെ പോകുന്നു? ഞാനൊരു ജോലി അന്വേഷിച്ച് മദ്രാസിലേക്ക് പോവാ. ജോലി അന്വേഷിച്ചാൽ ഇവിടെയും കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ എന്നോട് പറയണമായിരുന്നു. അല്ല, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരു തീരുമാനമെടുത്ത് യാത്രയ്ക്ക് പുറപ്പെട്ട നിന്നെ ഞാനായിട്ട് വിലക്കുന്നില്ല. നീ പോയിട്ട് വാ. സാറേ, സാറിന്റെ അനുഗ്രഹം ഉണ്ടാവണം. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ. അനുഗ്രഹം ആവോളം ഉണ്ട്. നീ പോയിട്ട് വാ. അവൻ പോയിട്ട് വരട്ടെ, അല്ലേ വേണു? അതെ, അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങിയതല്ലേ. അവനങ്ങനെ യാത്ര പറഞ്ഞു പോയപ്പോ മനസ്സിനൊരു വിഷമം. അവന് നല്ലതെന്ന് തോന്നുന്നത് അവൻ ചെയ്യട്ടെ. വേണു, വണ്ടി എടുക്ക്.